സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. കാരണം ഇതെല്ലാവരും എൻ്റെ മാത്രമല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള ആരുടെ മാത്രം പ്രശ്നമല്ല, മൊത്തം എൻ്റെ കേരള സ്റ്റേറ്റിൻ്റെ ഒരു എല്ലാവരും തന്നെ മിക്ക ആൾക്കാരും തന്നെ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയയിൽ, അതായത് ഈ ഇലക്ട്രിസിറ്റി പവറുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ വിഷയങ്ങളുണ്ട്. കാരണം ഇന്ന് ഞങ്ങൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ മിനിമം വോൾട്ടേജ് വേണമല്ലോ. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയാം. എൻ്റെ വീട്ടിലെ ബില്ലിൽ എൻ്റെ ഡിമാൻഡ് ലോഡ്, അതായത് എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിൽ എനിക്ക് തന്നിരിക്കുന്ന ലോഡ്, മാക്സിമം ലോഡ് 3 കിലോവാട്ട്. അപ്പോൾ 3 കിലോമീറ്റർ യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ്, അതായത് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന ഒരു സംസ്ഥാനമാണല്ലോ നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാ വ്യക്തികൾക്കും അവനവൻ്റെ ബില്ലിൽ കൊടുത്തിരിക്കുന്ന പവർ ലോഡ് എത്രയോ അത്രയും നമുക്ക് കിട്ടിയേ പറ്റൂ. പക്ഷേ ഇന്ന് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇന്നത്തെ അവസ്ഥ എന്താ? കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ പവറിന്, അതുപോലെ തന്നെ ഈ വെള്ളത്തിനൊക്കെ ഒരുവിധം ക്ഷാമമുള്ള ഒരു ഏരിയയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ബോർവെല്ലാണ്. അപ്പം ബോർവെൽ 2 HP ആണ് മിനിമം. അപ്പം 2 HP മോട്ടർ 650 അടിയിൽ നിന്ന് വെള്ളം കയറി വരണമെങ്കിൽ എന്തായാലും എന്താന്ന് പറഞ്ഞാലും 200 ആംസിന് മുകളിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ മോട്ടർ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ തരുന്നത്, ഇപ്പോൾ ഇന്ന് ഞാൻ 8 മണിക്ക് രാവിലെ ചെക്ക് ചെയ്യുമ്പോൾ 150 ആംസ് ആയിരുന്നു പവർ. 8 മണിക്ക് 9 മണിക്ക് നോക്കുമ്പോൾ അത് 120 ഇനി ഒരു 11 മണി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പവർ എന്ന് പറയുന്നത് ഏകദേശം 100 താഴേക്ക് എത്തുന്നുണ്ട്. അതായത് 90, 80 അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു സമയം 100 താഴേക്ക് വന്നു കഴിയുന്നത് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ എക്യുപ്മെൻറ്റ്സ്, അതായത് ഫ്രിഡ്ജ് അങ്ങനെയുള്ള സാധനങ്ങളില്ലേ, അത് വാഷിംഗ് മെഷീൻ, ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ യൂസ് ചെയ്യാനേ പറ്റിയല്ല. പക്ഷേ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ അതിന് തകരാറ് സംഭവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ മിക്കവാറും ആ സമയത്ത് നമ്മൾ മൊത്തം പവർ ഷട്ട് ഡൗൺ ചെയ്തിടുക പറയുക. കാരണം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിടുക, അതാണ് ഇപ്പോൾ പതിവ്. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ഒരു 3 മാസത്തോളമായി. കാരണം എല്ലാ സമ്മർ ടൈമിലും ഇത് നമ്മൾ അനുഭവിക്കുന്നൊരു കാര്യം. അതായത് പക്ഷേ എന്നാൽ ഇവർ എന്താ ചെയ്യുക? ഇപ്പം നമ്മൾ സാധാരണ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പം നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ലോഡ് അവർക്കറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് നിന്ന് 50 വീട്ടുകാർക്ക് അതായത് കൊടുത്തിരിക്കുന്നത് സഫീഷ്യൻ്റ് ആണ്, അത്രയും മാക്സിമം ലോഡിലാണ് കിടക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ വേറൊരാൾക്ക് പവർ കൊടുക്കുന്നത്? ഇതാണ്. അപ്പോൾ അവർക്കൊരു, ശരിക്കും പറഞ്ഞാൽ ഈ വകുപ്പിന് തന്നെ ഒരു ശരിക്കും അവരുടെ ഒബ്സർവേഷൻ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. അതെങ്ങനെ അവർക്ക് കൊടുക്കുന്നു എന്നുള്ളത്. കാരണം ഞാനൊരു എക്സ്പീരിയൻസ് പറയാം. കാരണം വേറൊരു എക്സ്പീരിയൻസ്, കാരണം ഞാൻ ഇവിടെ കർണാടകയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റൽ എംപ്ലോയി ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു അഡീഷണൽ ബിൽഡിംഗ് വന്നപ്പം അഡീഷണൽ സാങ്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ആ ഇലക്ട്രിസിറ്റി ബോർഡിനെ സമീപിച്ചപ്പോൾ ബോർഡ് പറഞ്ഞു എന്നാണെന്നറിയോ? അതായത് ഈ നിങ്ങളുടെ ഏരിയയിലുള്ള ട്രാൻസ്ഫോമറിൽ നിന്ന് ഞങ്ങൾക്ക് തരാൻ ഒരു വഴിയില്ല, കാരണം അത് മാക്സിമം ലോഡിലാണ് ഓടുന്നത്, നിങ്ങൾക്ക് ഇനി തരാൻ പറ്റത്തില്ല. അപ്പം അതിന് നെക്സ്റ്റ് എന്താണ് ഓപ്ഷൻ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അതായത് അതിനപ്പുറത്തോട്ട് മാറി ഏകദേശം ഒരു 100-150 മീറ്റർ, 250 മീറ്റർ, 250-300 മീറ്റർ മാറി വേറെ ട്രാൻസ്ഫോമർ ഉണ്ട്, അവിടെ നിന്ന് നിങ്ങൾ ലൈൻ വലിച്ചോളൂ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എക്സ്ട്രാ വരും എന്ന് പറയും. അത് ന്യായം. കാരണം നമുക്കറിയാം ട്രാൻസ്ഫോമർ ലോഡ് കൂടുതലാണ്. അപ്പം അതിൻ്റെ കോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ അത് അഫോർഡ് ചെയ്യണം, അങ്ങനെ. അപ്പോൾ അതുപോലെ ഇന്നലെ ഞാൻ ഒരു കാര്യം ചെയ്തു. ഞാനിങ്ങനെ ഈ പ്രോബ്ലം കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റിയല്ലോ. കാരണം രാത്രികളിലൊക്കെ നമ്മൾ 2 മണിക്കും ചിലപ്പം 3 മണിക്കും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പവർ വരുന്നത്. അതും ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ ഉറക്കം ചെയ്യുന്നിട്ട് നമുക്ക് അതും വരുന്നില്ലായിരുന്നു. അതായത് 200 ആംസിന് മുകളിൽ ഉണ്ടല്ലേ മോട്ടർ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ല. അപ്പോൾ 2 പ്രാവശ്യം ഈ പവറിൻ്റെ പ്രോബ്ലം കൊണ്ട് 2 പ്രാവശ്യം നമ്മുടെ ബോർവെൽ മോട്ടർ കത്തിപ്പോയി. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് 60,000, 60,000, ഏകദേശം $65,000 വന്ന് ആ കോസ്റ്റ് നമ്മൾ ബെയർ ചെയ്യുകയാണ് നമുക്ക്. കാരണം ഇതാര് തരും? ശരിക്കും പറഞ്ഞാൽ ഇവർ നമുക്ക് പറഞ്ഞിരിക്കുന്ന ലോഡ് തന്നേ പറ്റൂ, പക്ഷേ തരത്തില്ല എന്നല്ല, അവരുടെ ഇല്ല. കാരണം ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു മിസ്മാനേജ്മെൻ്റ് എന്ന് ഞാൻ പറയുള്ളൂ, അല്ലേ? കാരണം ലോഡ് നിൻ്റെ ഇപ്പോൾ എന്നോട് ചോദിക്കുക, ഒരു 50 രൂപ എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ 50 രൂപ എൻ്റെ പോക്കറ്റിലുണ്ടല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ എൻ്റെ കയ്യിൽ 30 രൂപ ഉള്ളെങ്കിൽ ഞാൻ എങ്ങനെയാണ് 50 രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞ സിറ്റുവേഷനാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ മടുത്ത് സൈ കെട്ടിട്ട് ഞാൻ ഇന്നലെ നമ്മുടെ എ കാണാൻ പോയി, ഇലക്ട്രിസിറ്റി വകുപ്പിലെ എ കാണാൻ പോയി. അപ്പോൾ അന്ന് ലീവായിരുന്നു. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ പുള്ളി പറയുന്നത് ഞങ്ങൾക്ക് ഒത്തിരിയേറെ കംപ്ലയിൻസുകൾ ആ ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഒരു സബ്സ്റ്റേഷൻ്റെ പണി കഴിയാറായി, ഏകദേശം 1-2 വർഷം കൊണ്ട് നടക്കുന്ന പരിപാടി. അപ്പോൾ ഉദ്ഘാടനം നടന്നിട്ടില്ല, കാരണം ഇപ്പം ഗവൺമെൻറ് മാറി, ഇത് ഇലക്ഷനൊക്കെ കഴിഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കേൾക്കുന്നതല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ അകത്തൊരു ഉറപ്പ് തരാൻ അവരെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല. കാരണം അപ്പോൾ അവർ പറഞ്ഞു ഈ സബ് ട്രാൻസ്ഫോമർ ഓണായി കഴിഞ്ഞാൽ അല്പമൊക്കെ മാറ്റം വന്നേക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അത് നമുക്ക് നാളത്തെ കാര്യം നമുക്ക് പറയാൻ, ശരിക്കും പറഞ്ഞാലേ അത് വന്നു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും ഈ ക്രൂഷ്യലായ സിറ്റുവേഷൻ തുടങ്ങിയിട്ട് 2-3 വർഷത്തോളം ആയിരുന്നു. കാരണം ഈ തമിഴ്നാട്ടിലും കർണാടകയൊക്കെ എങ്ങനെയാണെന്നറിയോ, അതായത് അവിടെ പവർ നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് അവർ 3 ഫേസ് ലൈൻ സെപ്പറേറ്റ് കൊടുക്കും. ഈ ഡൊമസ്റ്റിക് നമ്മൾ ഹൗസിൽ യൂസ് ചെയ്യാനായിട്ടുള്ള സെപ്പറേറ്റ് ലൈൻ, അങ്ങനെയാണ് അവിടുത്തെ സംവിധാനം. ഇവിടെ നമ്മൾ സിംഗിൾ ഫേസിൽ നിന്ന് വേണം എല്ലാ കാര്യങ്ങളും ഓടിക്കാൻ. അപ്പോൾ അതൊരു വലിയൊരു തലവേദനയായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ വേറൊരു കാര്യം. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പുള്ളിയോട് സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ബോധ്യപ്പെട്ടു. പുള്ളി പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ ആ ഏരിയയിൽ വരുന്നുണ്ട്. വന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, കാരണം നമ്മളെ ആരും മീറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ കൺസ്യൂമർ നമ്പർ ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റുമോ സിസ്റ്റത്തിൽ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നതെന്നറിയോ, അതായത് ഒട്ടും ഡിജിറ്റൽ അല്ല ഇത്. ഇപ്പോൾ നമ്മളൊരു കംപ്ലയിൻറ്റ് ലോഗിൻ ചെയ്യണമെന്ന് വെച്ചോ, ഇപ്പോൾ നമ്മൾ പവറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, നമ്മൾ ടെലിഫോണിൽ നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ കംപ്ലയിൻറ്റ് ലോഗിനായി അതിന് ശേഷം നമുക്ക് മെസ്സേജ് ഒന്നും വരില്ല. ഇപ്പോൾ അതർ സ്റ്റേറ്റ് ലൈൻസ് നമുക്ക് മെസ്സേജ് വരും, ഇന്നപോലെ ഇന്നതാണ്, ഇന്ന ടൈം വെച്ച് നമുക്ക് ഇന്ന കംപ്ലയിൻറ്റ് ഇന്ന സമയത്ത് ആയി എന്നുള്ള കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്താ നാളെ നമുക്ക് ഒരു പ്രൂഫായിട്ട് നമ്മുടെ ഉണ്ടാവും. ഇപ്പം നമ്മുടെ പ്രൂഫില്ല, അവരെന്താണ് എഴുതുന്നത് നമുക്കറിയില്ല, അവരുടെ രജിസ്റ്ററിൽ എഴുതുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇച്ചിരിയുടെയൊക്കെ അപ്ഡേറ്റഡ് ആവുകയാണെങ്കിൽ നല്ല കാര്യമാണ്. കാരണം ഈ എല്ലാത്തിലും നമ്പർ വൺ എന്ന് പറയുന്ന കേരളത്തിൻ്റെ അവസ്ഥ, നിസ്സാര ഒരു കാര്യത്തിന് അവർക്ക് ഈ ഒരു രീതിയിലാണ് അവരുടെ പോക്ക് എന്നാലോചിക്കുക. ഇത് ഞാൻ മാത്രമല്ല ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ ഇത് എല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള എന്നാണെന്നറിയാം, അതായത് ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ട്രാൻസ്ഫോമറിൽ 50-ലേറെ കുടുംബങ്ങൾ ഈ ട്രാൻസ്ഫോമറായിട്ട് കണക്റ്റഡ് ഉണ്ട്. പക്ഷേ ഇതിൽ എത്ര പേര് കംപ്ലയിൻറ്റുമായിട്ട് പോകുന്നു അല്ലേ? അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു യൂണിറ്റി ഉണ്ടാകണം അല്ലേ? നമ്മൾ കംപ്ലയിൻറ്റ് നമ്മൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കേട്ടില്ലേ എന്ന് പറയുന്ന പോലെ നമ്മൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതാണ് ഇവിടുത്തെ സിസ്റ്റം. അത് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല, ഒരിടത്തും അല്ല. ഞാനൊരു പർട്ടിക്കുലർ ഒരു ഗവൺമെൻറ് ഒരു പാർട്ടിയല്ല ഞാൻ പറയുന്നത്. ആര് വന്നാലും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഒരാൾ പോകുന്നതിലും ഒരു ഗ്രൂപ്പ് പോവുകയാണെന്നുണ്ടല്ലോ, അതിന് വളരെയേറെ അതിന് പ്രാധാന്യം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരാൾ പോയി കഴിയുമ്പോൾ ഇയാളല്ലേ വന്നുള്ളൂ, ഓരോരുത്തർ പോയി കഴിയുമ്പം അതിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ, ഇന്നലത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി, കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് പോയി തിരിച്ചു വന്നു. അപ്പോൾ നിങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യാം, അത് നിങ്ങളുടെ റെസ്പോൺസ് എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ, സീ യു.